വെൽക്കം ബാക്ക് ടു ഷുറാഷ് ക്രിയേഷൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 8 ആയിട്ടുള്ള ദി ഷോർട്ട് മൺസൂൺ സ്റ്റോറി എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ ഈ സ്റ്റോറി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്റ്റോറിയാണ് കേട്ടോ. ഇത് ആക്ച്വലി സ്റ്റോറി അല്ല, റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുടെ ഡയറിയിൽ നിന്ന് പകർത്തിയെടുത്തിട്ടുള്ള ചില എഴുതുകളാണ്. അപ്പോൾ നമുക്കിത് വായിക്കാം. ഇവിടെ നിങ്ങൾ ഡയറി എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി ആണല്ലേ. അതിലാണെങ്കിൽ നമ്മളൊരു കുറേ കാലത്തിന് ആ ഡയറി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാനുള്ളതായിട്ടാണ് നമ്മുടെ ഡയറിയെ കണക്കാക്കേണ്ടത്. ഈവൻ ഐ ഓൾസോ ഹാവ് ഡയറി. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറീസിൽ നിങ്ങളൊന്നും എഴുതി വെക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഡയറിയിലൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളത് എഴുതി വെക്കുക. ഓക്കെ. സോ എന്നാൽ നമ്മളുടെ ലൈഫിന് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. നമ്മൾ ദിനപ്രതി നടന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ കൂടെ അത് സഹായിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മളുടെ വേൾഡിൽ തന്നെ, അല്ലെങ്കിൽ ഡയറീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതുമാണ് ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക. ഇവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടി ഡയറി എഴുതുമായിരുന്നു, പക്ഷെ ആ കുട്ടി ഫുൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ആ കുട്ടി മരിച്ചു പോവാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിക്ക് വേണ്ടി ബാക്കിയുള്ളതും കൂടെ എഴുതിയിട്ട് അതങ്ങോട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. അതാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൽ അത് പഠിക്കാൻ വരുന്നുണ്ടെന്ന്. ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പാർട്ടാണ്, ദാറ്റ് ഈസ് June 24, the first day of monsoon mist, and it's strange how all the birds fall silent as the mist comes climbing up the hill. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓഫ് മൺസൂൺ മിസ്റ്റ്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂടൽ മഞ്ഞാണ്. അപ്പോൾ മൂടൽ മഞ്ഞ് വരുന്ന ആദ്യത്തെ ദിവസമാണ് June 24 അല്ലേ, ജൂൺ 24 അല്ലേ. അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. June 24 എന്നുള്ള ഡേറ്റ്. It is strange how all the birds fall silent as the mist comes to climbing hills. അതായത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് മിസ്റ്റ് വരുന്ന സമയത്ത് ബേർഡ്സ് ഒക്കെ സൈലന്റ് ആയിരിക്കുന്നത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. Perhaps that's what makes the mist so melancholy. എന്തായാലും മിസ്റ്റിനെ ഏറ്റവും വിഷമപ്പെടുത്തുന്ന, മെലൻകലി എന്ന് പറഞ്ഞാൽ വെരി സാഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ മിസ്റ്റിനെ സങ്കടപ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് താൻ വരുന്ന സമയത്ത് ബേർഡ്സ് എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നതാണ് ഏറ്റവും വിഷമപ്പെടുത്തുന്ന കാര്യം. ഓക്കെ. Not only does it conceal the hills, it blankets them in silence too. നമ്മുടെ മിസ്റ്റർ ഹിൽസിനെ എല്ലാം ഹൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ സൈലൻസിനെ അല്ലെ, ആ സൈലൻസിനെ ബ്ലാങ്കറ്റ് ചെയ്യുന്നുണ്ട്, മൂടുന്നുണ്ട്. Only an hour ago the trees were ringing with bird songs. ഒരു മണിക്കൂർ മുൻപ് ഈ മരങ്ങളിൽ നിന്നൊക്കെ ബേർഡ്സിന്റെ സോങ്സ് കേൾക്കായിരുന്നു. And now the forest is deathly still as though it were midnight. സോ പറയാണ്, ഇപ്പോൾ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡെത്ത്ലി സ്റ്റില്ലാണ്. ഇപ്പം മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ അതുപോലെ ഒരു മിഡ് നൈറ്റ്, ഒരു രാത്രി എങ്ങനെയാണോ ഉണ്ടാവുന്നത്
എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയം. അതെങ്ങനെയാണോ അങ്ങനെയായിരുന്നു ഇപ്പൊ ആ ഫോറസ്റ്റ് ഇരിക്കുന്നത്. Okay, now through the mist, Biju is calling to her sister. I can hear him running about on the hillside, but I cannot see him. ആ മിസ്റ്റിലൂടെ, മൂടൽ മഞ്ഞിലൂടെ പോലും ബിജു എന്ന് പറയുന്നത് നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ സുഹൃത്താണ് കേട്ടോ. അപ്പൊ ബിജു അവന്റെ സിസ്റ്ററിനെ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. I can hear him running about on the hillside, but I cannot see him. എനിക്ക് അവൻ എന്താ പറയാ ഓടുന്ന ഹിൽസൈഡിന്റെ സൈഡുകളിലൂടെ ഓടുന്ന ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അവനെ കാണാനുണ്ടായിരുന്നില്ല. കാരണം മൂടൽ മഞ്ഞിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ തന്നെ പറ്റത്തില്ല. അത്രയ്ക്ക് മൂടൽ മഞ്ഞാണ്. നമ്മൾ ഈ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ പോവാണെങ്കിൽ ഭയങ്കരമായിരിക്കും. ഭയങ്കര മൂടൽ മഞ്ഞൊക്കെ ആയിരിക്കും ഈ ജൂൺ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ. Okay, now June 25th ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. Some genuine early monsoon rain, warm and humid and hot that cold high altitude. Stuff we have been hearing all year. Okay, ഇതെന്താ പറയുന്നത്? Some genuine early monsoon rain. ചില മൺസൂൺ റെയിൻ ഏർലി നേരത്തെ തന്നെ വരാറുണ്ടല്ലേ. അപ്പോ അത് പറയുമ്പോ വാമും ഹ്യൂമിഡും ആയിരിക്കും. അതായത് വാം ആൻഡ് ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ, ഹ്യൂമിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അതായത് തണുപ്പുണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ചൂടും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോ നമ്മളുടെ സ്കിന്നൊക്കെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും. അതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഭയങ്കര ഇതാണെങ്കിലും നമുക്കത് കുറച്ചെങ്കിലും സഹിക്കാൻ പറ്റും. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു സീസൺ അല്ലേ. അത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് cold high altitude stuff we have been having all year. നല്ല തണുപ്പും ഈ ഹിൽസൈഡിലൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമായിരുന്നു. The plants seem to know it too, and the first cobra lily rears its head from the ferns as I walk up to the bank of the post office. Okay, എന്താ പറയണത്? നമ്മളുടെ പ്ലാന്റ്സ് ഈ നമ്മളുടെ കോൾഡ് ആണ് ഫുള്ളും എന്ന് കാണിക്കാനായിട്ട് ഫസ്റ്റ് പ്ലാന്റ്സ്, അതിൽ പ്ലാന്റ്സിനെ കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. ഇറ്റ് റിയേഴ്സ് ഇറ്റ്സ് ഹെഡ് ഫ്രം ദി ഫേൺസ്. ഫേൺസ് എന്ന് പറഞ്ഞാൽ a flowerless plant with feathery green leaves ആണ്. അപ്പൊ ഈ കോബ്ര ലില്ലി ആദ്യം എന്ത് ചെയ്യുന്നു? അതിന്റെ തല എന്ത് ചെയ്യാണ്? ഈ ഫേൺസ്, ഫ്ലവർലെസ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സിൽ നിന്നും അതിന്റെ തല പുറത്തേക്ക് ഇടുകയാണ്. കണ്ടോ? ഇപ്പോ സപ്പോസിങ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ദിസ് ഗ്രീൻ പാർട്ട്, ഈ ഗ്രീൻ പാർട്ടാണ് ഫേൺ എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് ഒരു ബ്ലാക്ക് കളർ വരുന്നത് കണ്ടോ? അപ്പൊ ഇതിന്റെ ഈ ഒരു ഷേപ്പ് കാരണമാണ് ഇതിന് കോബ്ര ലില്ലി എന്ന് പേരിടുന്നത് കേട്ടോ. സോ നിങ്ങൾ മനസ്സിലാക്കാം. I walk up to the bank and the post office. ഇതിങ്ങനെ മുട്ടിട്ട് നിൽക്കുന്ന സമയത്തും നമ്മളുടെ റസ്കിൻ ബോണ്ട് എന്ത് ചെയ്യാണ്? നടന്നിട്ട് പോസ്റ്റ് ഓഫീസിലും ബാങ്കിലൊക്കെ പോവാണ്. The mist affords a certain privacy. അപ്പൊ ഈ മിസ്റ്റ് എന്താ പറയാ, ഒരു പ്രൈവസി അല്ലെ, സീക്രട്ട് കൊണ്ട് നടക്കാണ്. അതായത് നല്ല ഭംഗിയിൽ നിൽക്കുകയാണത്. A schoolboy asked me to describe the hill station and the valley in one sentence, and all I could say was a paradise that might have been. അപ്പൊ എന്താ പറയുന്നത്? ഇത് കേട്ടപ്പോഴത്തേക്കും ഒരു സ്കൂൾ ബോയ് വന്നിട്ട് നമ്മുടെ റസ്കിൻ ബോണ്ടിനടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നമ്മളുടെ വാലിനെ കുറിച്ചും ഹിൽസിനെ കുറിച്ചൊക്കെ
ഒരു സെന്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. അപ്പോൾ എന്താണ് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓത്തറിന് പറയാൻ തോന്നിയത് മറ്റൊന്നുമല്ല, ഇത് ഒരു പാരഡൈസ് ആണ്. ഒരു പാരഡൈസ് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെയാണ് ഇവിടെ ഉണ്ടാവുക. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഹെവൻ ആണല്ലേ. ഒരു ഹെവൻ പോലെയാണ് ഇത് എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ളത് ജൂൺ 27 ആണ്. ഇപ്പോൾ ആദ്യം നമുക്ക് ജൂൺ 24, 25 അടുപ്പിച്ചെഴുതി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ജൂൺ 27 ഇപ്പോൾ എഴുതുന്നത്. The rains have heralded the arrival of some seasonal visitors, a leopard and several thousand leeches. എന്താ പറയാ, ഈ റെയിൻ എന്ന് പറയുന്നത് കുറച്ച് പുതിയ അതിഥികളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ചില സീസണൽ വിസിറ്റേഴ്സ് ആണ്. ഓരോ സീസണിൽ മാത്രം കണ്ടുവരുന്ന ചില ആളുകളാണ് അവരൊക്കെ. ആരൊക്കെയാണ്? ലെപ്പേർഡ് വരുന്നുണ്ട് അല്ലെ, ലെപ്പേർഡ്, പിന്നെ several thousand leeches. ലീച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ മഴക്കാലത്തൊക്കെ കാണാം അല്ലെ, അട്ട എന്ന് പറയും. അട്ടയും പിടിച്ച് മെത്തി കടത്തിയാല് കിടക്കത്തില്ല എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ അട്ടകളും ഒക്കെ വരുന്നുണ്ട്. Yesterday afternoon, the leopard lifted a dog from near the servants' quarter below the school. അതായത് ഇന്നലെ വൈകുന്നേരമാണ് ഒരു ലെപ്പേർഡ് ഒരു ഡോഗിനെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയത്. സെർവൻസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻസ് ഒക്കെ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിനാണ് സെർവൻസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ബിലോ ദി സ്കൂൾ, അത് ഉള്ളത് സ്കൂളിന്റെ അടിയിലാണത് ഉള്ളത്. ഓക്കെ, അതായത് അണ്ടർഗ്രൗണ്ടിലാണെന്നല്ല കേട്ടോ പറയണത്. അതായത് സ്കൂൾ ഇപ്പൊ ഭയങ്കര വലുതായിരിക്കല്ലേ, അതിനേക്കാൾ ചെറിയതായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സെർവൻസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കിക്കേ. In the evening, it attacked one of the Jew's cows, but fled at the approach of the Jew's mother, who came screaming imprecations. എന്താ പറയുന്നത്, അതേ ദിവസം ഈവനിങ്ങിൽ തന്നെ എന്താ പറയാ, നമ്മുടെ ലെപ്പേർഡ് വന്നിട്ട് ബിജുവിന്റെ പശുക്കളിൽ നിന്ന് ഒരു പശുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പൊ ആ സമയത്താണ് ബിജുവിന്റെ അമ്മ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കേഴ്സ് ചെയ്യില്ല, നമ്മളിങ്ങനെ ശപിക്കണ പോലെ. ഇത് അപ്പയ്ക്കും വന്നിട്ട് നമ്മുടെ ആനിമൽസിനൊക്കെ പിടിച്ചോണ്ട് അങ്ങനെ അമ്മമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയണത് കേൾക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? അവരെന്നും ഇങ്ങനെയാണ്, ഇവിടെ എന്നും ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞ് സ്ക്രീൻ ചെയ്തോണ്ട് വന്നോണ്ടിരിക്കുക. As for the leeches, I shall soon get used to a little bloodletting every day. ഈ ലീച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും വേഗം തന്നെ എന്ത് കിട്ടാറുണ്ട്, നല്ല ഒരു കടി കിട്ടാറുണ്ട്. എൻ്റെ ബ്ലഡൊക്കെ പോവാറുണ്ട് ഇവന്മാരെ കുടിച്ചിട്ട്, ഈ ലീച്ചസ് അട്ട കുടിച്ചിട്ട്. Other new arrivals are the scarlet minivets, flitting silently among the leaves like brilliant jewels. No matter how leafy the tree, these brightly colored birds cannot conceal themselves, although by remaining absolutely silent, they sometimes contrive to go unnoticed. Along come a pair of dragons, unnecessarily aggressive, chasing the minivets away. അതായത് ഈ നമ്മുടെ വേറെ അതിഥികൾ എന്നൊക്കെ പറയുമ്പോൾ സ്കാർലറ്റ് മിനിവെറ്റ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. ഇവരുടെ മെയില് റെഡും ഫീമെയിൽസ് യെല്ലോയും ആയിട്ടാണ് കാണപ്പെടുക. ഇവര് എന്ത് ചെയ്യും, ഭയങ്കര ബ്രില്യൻറ്റ് കളേഴ്സിലായിട്ടാണ് ഇവർ വരിക.
നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇവർ വരിക. അങ്ങനെ ഇവർ വന്നിട്ട് എന്ത് ചെയ്യും, വലിയ ഭയങ്കര ലീഫി ആയിട്ടുള്ള ട്രീസ് ആണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് അവർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാറുണ്ട്. പിന്നെ ഒരു പെയർ ഓഫ് ഡ്രങ്കോൾസ് ഉണ്ട്. അവർ അൺനെസസറിലി അഗ്രസീവ് ആവുകയും ഈ മിനിവെറ്റിനെ ചേസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഡ്രങ്കോസ് എന്ന് പറയുന്ന ഒരു സോങ് ബേർഡ് തന്നെയാണ്. സ്കാർലറ്റ് മിനിവെറ്റ് എന്ന് പറയുന്നതും ഒരു പക്ഷി തന്നെയാണ്. അത് റെഡ് കളർ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കുക്കൂനെ പോലെ അത് ഇരിക്കാം. അത് ചെമ്പോത്താണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പോത്തല്ല. അത് വേറെ ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഇത്. ഒരു സെക്കൻഡ്. അപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. A tree creeper moves rapidly up the trunk of the oak tree, snapping up insects all the way. Now that the rain are here, there is no dearth of food for the insectivorous birds. എന്താ പറഞ്ഞേ, ഈ ട്രീയില് ഒരു ക്രീപ്പർ ഇങ്ങനെ നിലത്തൂടെ ഇഴങ്ങി പോണ ഒരു ക്രീപ്പർ ഇങ്ങനെ വേഗം തന്നെ ട്രങ്കമിക്ക് കയറി പോണുണ്ട്. അത് ഏതാണ്, ഓക്ക് ട്രീയുടെ ട്രങ്ക് ആണ് കേട്ടോ. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഈ ഇൻസെക്റ്റിനൊക്കെ ട്രാപ്പ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയണേ? പിക്ചർ പ്ലാന്റ് ഉണ്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ് ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ. പക്ഷെ ഈ ഒരു സമയത്ത് ഈ മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനിങ് സീസണിൽ എന്താ പറയാ, ഇൻസെക്റ്റുകളെ ഒക്കെ കുറവുണ്ടാവില്ല അല്ലെ. നല്ല ഇൻസെക്ട്സ് കിട്ടും. അതായത് ബേർഡ്സിനൊക്കെ നല്ല കുശാലായിരിക്കും, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ ഇതോടെ കൂടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട്